ആന്ധ്രാപ്രദേശ് എങ്ങനെ ചിന്തിക്കുന്നു ഫലം വരുന്നു. ആന്ധ്ര എങ്ങനെ ചിന്തിക്കുന്നു എന്ന ഫലം വരുന്നു. YSR കോൺഗ്രസ് കഴിഞ്ഞ തവണ 22 സീറ്റുകളിൽ വിജയിച്ച YSR ഇത്തവണ വെറും 7 സീറ്റിലേക്ക് ഒതുക്കപ്പെടുന്നു എന്നതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. NDA 18 സീറ്റുകളിലേക്ക് വരുന്നു. അതായത് അതിൽ TDP ഉണ്ട്, പവൻ കല്യാൺ പാർട്ടി ഉണ്ട്, BJP ഉണ്ട്. ഈ 3 പാർട്ടികളും ചേരുമ്പോൾ 18 സീറ്റുകൾ പിടിക്കുന്നു ആന്ധ്രാപ്രദേശ് എന്നതാണ് ചിത്രം. 25-ൽ 18 സീറ്റുകൾ ആന്ധ്രാപ്രദേശിൽ NDA പിടിക്കുന്നു. വെറും 7 സീറ്റുകളിലേക്ക് YSR ഒതുക്കപ്പെടുന്നു. അപർണ, തീർച്ചയായിട്ടും അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കിലേക്ക് തന്നെ അത് കടക്കുകയാണ്. അതായത് ആ ഒരു സഖ്യസാധ്യത TDPയും BJPയും ജനസേന സഖ്യത്തിലേക്കും കൂടെ കടന്നിരിക്കും. നേരത്തെ മനു പറഞ്ഞതുപോലെ കൂടുതൽ സീറ്റിൽ നിന്നിരിക്കുന്നത് TDP തന്നെയാണ്, നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് TDP തന്നെയാണ്. അപ്പോൾ ആ വലിയ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്നത് TDPക്ക് തന്നെയാണ്, NDA സഖ്യത്തിൽ പോലും. അപ്പോഴും കഴിഞ്ഞ തവണ 0-ൽ നിന്ന BJP ആണ്. ഇത്തവണ NDA മുന്നണി 18 സീറ്റ് അവിടെ നിന്ന് തൂത്തുവാരും എന്ന് പറയുന്നു. അതായത് ഈ മുന്നണി രൂപീകരണം ഫലം ചെയ്തു ആന്ധ്രാപ്രദേശിൽ, അങ്ങനെ തന്നെ പറയണം അല്ലേ? മുന്നണി സംവിധാനം ആന്ധ്രാപ്രദേശിൽ ഫലം ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല YSR കോൺഗ്രസിന് അത് ഗുണം ചെയ്തില്ല, അല്ലെങ്കിൽ YSR കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായി എന്നുകൂടി അത് വ്യക്തമാക്കുന്നു. ഇതിൽ അപ്പുറത്ത് അപർണ സൂചിപ്പിച്ച കാര്യം, ഒരു വനിത നയിക്കുന്നു, പുതിയൊരു മുഖമുണ്ടാകുന്നു, കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നു, ശർമിള എത്തുന്നു. അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒപ്പീനിയൻ പോളിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ കുറെ കൂടി സൂക്ഷ്മമായി. ഏതായാലും നമുക്കൊരു വോട്ട് ഷെയർ നോക്കാം. 50% വോട്ട് ഷെയർ ആണ് NDAക്ക് പ്രവചിച്ചിരിക്കുന്നത്. അത് ഇന്ത്യ മുന്നണിക്ക് 6% വോട്ട് ഷെയറും. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ YSR കോൺഗ്രസിന് 44%. കഴിഞ്ഞ തവണ 55% വോട്ട് ഷെയർ ഉണ്ടായിരുന്നിടത്താണത് 10-അതിലേറെ താഴ്ന്നു പോയിരിക്കുന്ന 44%. ഇത് മനു, എനിക്ക് തോന്നുന്നു ഇത് ഈ ആന്ധ്രയുടെ ചിത്രം ഇങ്ങനെയാവുമെങ്കിൽ ആന്ധ്ര രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകും. അത് ദേശീയ തലത്തിൽ അങ്ങേയറ്റം പ്രതിഫലിക്കുകയും ചെയ്യും. കാരണം ആന്ധ്രയുടെ രാഷ്ട്രീയത്തിൽ ഈ ദേശീയ പാർട്ടികൾക്ക് അത്ര വലിയ ഇടപെടാൻ കഴിയുന്നില്ല. കോൺഗ്രസ് മാറ്റി നിർത്തിയാൽ, അതിന് പ്രത്യേകിച്ച് BJPയുടെ കടന്നുവരവെന്ന് വന്നപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ഒരു സംസ്ഥാനമാണ്. പക്ഷേ അവിടെ മാറി ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സഖ്യം അവിടെ ഗുണപ്പെടുന്നു എന്ന രാഷ്ട്രീയം അവിടെ. അതിനുവേണ്ടി വലിയ വിട്ടുവീഴ്ചകൾ BJP ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം TDPക്ക് കൂടുതൽ പ്രാമുഖ്യം കൊണ്ട്, പ്രത്യേകിച്ച് അസംബ്ലി മണ്ഡലത്തിൽ അവർക്ക് അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചകൾക്കാണ് BJP അസംബ്ലി ഇലക്ഷനിൽ ചെയ്തത്. മനു, അത് നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ്. ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. സത്യം, ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത. കാരണം ശർമിളയുടെ സാന്നിധ്യം പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല എന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായ സർവേകൾ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ, സ്വാഭാവികമായും ഇതിൻ്റെ ഒരു ആന്ധ്രയുടെ ഒരു ടോട്ടൽ പാറ്റേൺ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ തവണ കാണുന്ന YSR കോൺഗ്രസ് വലിയ ലീഡ് എടുക്കുമ്പോഴും BJPക്ക് തൊട്ട് താഴെ തന്നെ അതായത് വലിയൊരു ഡിഫറൻസ് വോട്ട് പാറ്റേണിൽ ഇല്ല. NDA സഖ്യത്തിന് വലിയൊരു ഡിഫറൻസ് ആ വോട്ട് ശതമാനത്തിലില്ല. അത് പെട്ടെന്ന് തന്നെ മറികടക്കാവുന്ന ഒരു തരത്തിലേക്കാണ് പിന്നെ NDAക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യും എന്ന കണക്കുകൂട്ടൽ ഒരു വലിയ അളവ് വരെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയാണ് നമുക്കിതിൽ നിന്ന്. ഏതായാലും ഇപ്പോൾ നമ്മൾ ആ ടോട്ടൽ സംഖ്യയിലേക്ക് വരിക. 388 സീറ്റുകളിലെ വില വരുമ്പോൾ, അഭിപ്രായം വരുമ്പോൾ എത്രയാണ് NDA നേടിയിരിക്കുന്നത്? 290. 71 18 കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് 290 ആയി മാറുന്നു. അതായത് 110 എന്ന ഒരു സീറ്റ് സംഖ്യകളുടെ കൂടി വന്നാൽ ഈ അവകാശപ്പെടുന്ന 400ലേക്ക് കടക്കും. തീർച്ചയായിട്ടും അത് ആ തരത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഇനി വരുന്ന സംസ്ഥാനങ്ങൾ നിർണായകമാവുകയും ചെയ്യും. മനു, രാം ഗോപാൽ വർമ്മ, പ്രമുഖ സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഇത്തവണ ലോക്സഭയിൽ ഞാൻ മത്സരിക്കുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം അദ്ദേഹം എക്സിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ സങ്കീർണമാവുന്ന, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ മേഖലയാണ് ആന്ധ്രയിൽ. മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രജാരാജ്യം പാർട്ടി പോലെ ചിരഞ്ജീവിയുടെ പാർട്ടിയുടെ ഒക്കെ ഇടപെടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ തരത്തിലുള്ള ഇടപെടൽ കൂടി ഇവിടെ വരുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ അഭിപ്രായ സർവേ പൂർത്തിയായതിനു ശേഷവും നിരവധി സങ്കീർണതകൾ, സസ്പെൻസുകൾ ആന്ധ്ര രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ? അത് മാത്രമല്ല ഇനി തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ട്. ഇതിപ്പോൾ ഈ നമ്മുടെ ഈ ഒപ്പീനിയൻ പോൾ കഴിഞ്ഞാണ് ഈ CAA നടപ്പിലാക്കുന്നത്. അങ്ങനെയുള്ള ഒട്ടനവധി ഫാക്ടേഴ്സ് ഇനിയും ഇതിൽ ചർച്ചയാകാനുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വരുന്ന ചെറിയ മാറ്റങ്ങൾ ആർക്ക് അനുകൂലമായി കാറ്റാകും എന്നതൊക്കെ ഒരു പ്രധാന വിഷയമാണ്. പക്ഷേ ബേസിക്കലി ആന്ധ്രയിൽ കൂടുതൽ ഒരു ഹിന്ദു പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന നിലയിൽ, കൂടുതൽ റിലീജിയസ് ആയ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ
അത്തരം BJPയുടെ പുതിയ നയങ്ങൾ ഒരു പക്ഷേ എത്ര കണ്ട് വലിയ ഒരു എതിർപ്പ് അവിടെ ഉണ്ടാക്കും എന്ന് നമുക്ക് ഊഹിക്കാനാവില്ല. പക്ഷേ അത് എങ്ങനെ വന്നാലും TDPക്ക് അവിടെ കൂടുതൽ ഒരു ഗെയിൻ ഉണ്ടാകുന്നു എന്നതാണ്. സൈത്ത് പറഞ്ഞ പോലെ ആ സിനിമ പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ പവൻ കല്യാണിന്റെ ജനസേന സഖ്യത്തെ കൂടി, സിനിമാ താരമാണ്, അത്രയധികം ഫാൻസ് ഉള്ള ഒരാൾ കൂടിയാണ് പവൻ കല്യാണിന്റെ ജനസേന സഖ്യം കൂടി ചേർന്നുകൊണ്ടാണ് NDA മുന്നണി അവിടെ വരുന്നത്. ഇത്തവണ BJPയും TDPയും ജനസേന സഖ്യവും കൂടി ആന്ധ്ര തൂത്തുവാരുമെന്ന് പറഞ്ഞത് അമിത്ഷായാണ്. ആ തരത്തിലേക്ക് അഭിപ്രായ സർവേകൾ കൂടെ വരുമ്പോൾ ജനസേനയുടെ ഒരു സ്വാധീനമൊക്കെ ഏത് തരത്തിലാണ് കണക്കേക്കുക? അല്ല, ഇതിൽ ബേസിക്കലി ആന്ധ്രാപ്രദേശ് ഭയങ്കരമായി ഡെവലപ്മെൻറ്റ് ആങ്ഷ്യസ് ആയ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ നേരത്തെ ഈ YSR ഒരു കാലഘട്ടത്തിൽ പദയാത്ര നടത്തി ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരു പുതിയ യുഗത്തിനോടൊപ്പം IT മേഖലയിലെ വികസനം, അങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ് മാറുന്നു. അതിന്റെ ഇടയ്ക്ക് മനു പറഞ്ഞ വിഷയം തന്നെ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടന്ന് ഇടപെടുക. ഈ കേന്ദ്രത്തിൽ ആരാണെങ്കിലും അതിന്റെ രാഷ്ട്രീയം നോക്കാതെ തങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടത് പിടിച്ചു വാങ്ങുക എന്നൊരു പൊതു സ്വഭാവം ആന്ധ്ര സ്റ്റേറ്റിൽ കണ്ടുവരുന്നുണ്ട് അല്ലേ? അതെ, അത് സ്വാഭാവികമാണ്. കാരണം അവർക്കല്ലാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം അവിടുന്ന് ഹയർ എഡ്യൂക്കേഷൻ നേടുന്നവരുടെ എണ്ണം നല്ല തോതിൽ വർദ്ധിക്കുന്നുണ്ട്. വിദേശ എഡ്യൂക്കേഷൻ നേടി തിരിച്ചു വരുന്നവരുടെ എണ്ണം ഭയങ്കരമായി വർദ്ധിക്കുന്നുണ്ട്. IT അതുപോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ കേരളത്തിൽ നമ്മളിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസും സയൻസും ഒക്കെ ഒരേപോലെ പോകുന്നൊരു കാര്യം. ആന്ധ്രയിൽ പക്ഷേ ബേസിക്കലി സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി അങ്ങനെയുള്ള ആളുകളുടെ എഡ്യൂക്കേഷൻ നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുക. സ്വാഭാവികമായും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുക, പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ വരിക, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, അതുപോലെ ഗ്രോത്ത് ഉണ്ടാക്കുക, എക്കണോമിക് ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുക. ഇതെല്ലാം ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ്. അല്ലെങ്കിൽ ഭയങ്കരമായ അൺട്രസ്റ്റ് ആന്ധ്രയിൽ ഉണ്ടാകും. അതിന് തുടക്കം കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചന്ദ്രബാബു നായിഡു ആണെന്ന് പറയാം. മാത്രമല്ല നമുക്ക് മുമ്പറിയാം, ആദ്യം ഈ US പ്രസിഡന്റിനെ വരെ അങ്ങോട്ടേക്ക് എത്തിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം ആന്ധ്രയിൽ നിന്ന് അന്ന് കാലത്ത് തന്നെ, ബിൽ ക്ലിൻ്റൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു അമേരിക്കയുടെ വികസനത്തിന്റെ ഭാഗമാക്കാൻ ആന്ധ്രാപ്രദേശിനും കഴിയുമോ എന്നൊക്കെയുള്ള അത്തരം ഒരു ലോങ് ലാസ്റ്റിംഗ് ചർച്ച. മനു, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. തെലങ്കാനയിലേക്ക് പോയ ശേഷം തിരികെ ആന്ധ്രാപ്രദേശിലേക്ക് വന്ന YSR ഷർമിളയുടെ ഭാവി, ഇന്ത്യ മുന്നണിയുടെ ഭാവി, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാവി, അത് പ്രതീക്ഷിക്കാൻ എന്ത് ബാക്കി നിൽക്കും? ഈ തരത്തിൽ തന്നെയാണ് റിസൾട്ടുകൾ വരുന്നതെങ്കിൽ അല്ല, സ്വാഭാവികമായും ഒരുപക്ഷെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ അനക്കം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഫണ്ടമെൻ്റലായി നോക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആളുകളുടെ ഒരു പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഉള്ള ആളുകൾക്കൊപ്പം ഉള്ള ഒരു ഇലക്ട്രൽ സ്വിംഗ് ആണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. അതിപ്പോൾ ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല, കേരളത്തിൽ പോയി നോക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് വരുന്ന വോട്ടിംഗ് ശതമാനം വളരെയധികം പലയിടങ്ങളിലും വർദ്ധിക്കുന്നത്, കുറയുന്നില്ല, കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലായിടത്തും ആ നിലയ്ക്ക് തന്നെ ബാധകമാകുന്ന ഒരു സാധനമാണ്. ഒരുപക്ഷെ കേരളത്തിൽ വളരെ പതുക്കെ ആയിരിക്കാം, മറ്റിടങ്ങളിൽ അത് കുറച്ചും കൂടി സ്പീഡ്. ചെറിയ നിരീക്ഷണം കൂടി, അതായത് ഈ കഴിഞ്ഞ തവണ BJPക്ക് അതിശക്തമായ മേധാവിത്വം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വിലയിരുത്തപ്പെട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നമുക്കറിയാം വെറും 0 ഈ ആന്ധ്രയുടെ ചിത്രത്തിലേക്ക് വരുമ്പോൾ. അവിടെ നിന്ന് മാറി NDA എന്ന മുന്നണി സ്വഭാവത്തിലാണെങ്കിലും 18 സീറ്റുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു അപ്രതീക്ഷിത നമ്പർ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ അതിനെ? അല്ല, സ്വാഭാവികമായും ആന്ധ്രയിൽ കഴിഞ്ഞ തവണത്തെ BJPയുടെ പെർഫോമൻസ് വളരെ വീക്കായിരുന്നു. മാത്രമല്ല YSR കോൺഗ്രസ് അങ്ങനെ ഒരു വലിയ സ്ട്രെങ്ത്തായി ആന്ധ്രയിൽ ഉയർന്നു. ഇപ്പോഴും ഒരു സ്ട്രെങ്ത് തന്നെയാണ്, അല്ലെന്ന് പറയാനാകും. പക്ഷേ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ആകാം ഈ ഒരു പൊളിറ്റിക്കൽ സ്വിങ്ങിന് കാരണമാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിനൊരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുള്ള വളക്കൂറായൊരു മണ്ണ് തന്നെയാണ് ആന്ധ്രാപ്രദേശ്. പക്ഷേ അത് കുറെ കൂടി അത്ര എളുപ്പമല്ല. കുറെ കൂടി ശക്തമായ ഒരു പ്രചരണ പരിപാടിയൊക്കെ നടത്തി വലിയ തോതിലൊരു മാറ്റത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസിന് റിമാർക്കബിളായി. ഇപ്പോൾ